ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മത്സരത്തിന് വേണ്ടിയാണ് ഫുട്ബോൾ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇതൊരു ചില്ലറ മത്സരമാവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വീറും വാശിയും നിറഞ്ഞ ഒരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും റാഫീഞ്ഞ നടത്തിയ സ്റ്റേറ്റ്മെന്റ് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അർജന്റീനയെ പരാജയപ്പെടുത്തും, വേണമെങ്കിൽ കളിക്കളത്തിന് പുറത്ത് വരെ അവരെ പരാജയപ്പെടുത്താൻ, ബീറ്റ് ചെയ്യാൻ തങ്ങൾ റെഡിയാണ് എന്നൊക്കെയാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മറ്റു പല ബ്രസീലിയൻ താരങ്ങളും അർജന്റീനയെ തോൽപ്പിക്കും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇതിന് മറുപടി നൽകാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രമുഖ അർജന്റീൻ മാധ്യമമായ ബോല വിപ്പ് അർജന്റീന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 2022 ഖത്തറിൽ വെച്ചുകൊണ്ട് നേടിയ ആ ഒരു വേൾഡ് കപ്പ് ഈ മത്സരത്തിന്റെ ഭാഗമായി കൊണ്ട് പ്രദർശിപ്പിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആലോചിക്കുന്നു എന്നുള്ള കാര്യമാണ് ബോല വിപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബ്രസീലിനെതിരെ അല്ലെങ്കിൽ ബ്രസീലിയൻ താരങ്ങൾക്കെതിരെ ഒരു പ്രതികരണമായി കൊണ്ട് ഈ ഒരു വേൾഡ് കപ്പ് പ്രദർശിപ്പിക്കാനാണ് ഇപ്പോൾ അർജന്റീന ആലോചിക്കുന്നത് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ പ്രദർശിപ്പിക്കാം, പ്രദർശിപ്പിക്കാതിരിക്കാം, അത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് ബോല വിപ്പ് അർജന്റീന റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വേൾഡ് കപ്പിന്റെ റിപ്ലിക്കയായിരിക്കും പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അവർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരിക. ബ്രസീലിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുക. തങ്ങൾ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, തങ്ങളെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ വേൾഡ് കപ്പ് കിരീടം ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായി കൊണ്ട് അർജന്റീന തങ്ങളുടെ സ്വന്തം സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും രസകരമായ ഒരു കാര്യമായിരിക്കും. ഈ ഒരു മത്സരത്തിന് കൂടുതൽ ആവേശം പകരുന്ന അല്ലെങ്കിൽ എരിവ് പകരുന്ന ഒരു കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.